ഹോം മേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചവനപ്രാശം, വീട്ടിലുണ്ടാക്കുന്ന ചവനപ്രാശം. ഞാനിപ്പോൾ ഇതിൽ വേറെ മെഡിസിൻസ് ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചവനപ്രാശമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 5 ഡേറ്റ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഡേറ്റ്സ് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കുമല്ലോ മധുരത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഡേറ്റ്സ് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ, അപ്പോൾ അത് കാരണമാണ് ഡേറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഡേറ്റ്സ് ഇല്ലാച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. പറ്റുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 2-3 വിസിൽ അടുപ്പിക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നെല്ലിക്കേനെ വെള്ളത്തിലിട്ട് വേവിക്കേണ്ട. അപ്പോൾ ആ ഒരു എസൻസ് ഫുള്ള് വെള്ളത്തിലേക്ക് പോകുമല്ലോ. അത് കാരണം കൊണ്ട് വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒന്നില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീമർ എങ്ങാനും വെച്ചിട്ട് അതിൽ വെച്ച് വേവിക്കുക എങ്ങാനും ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ മസാലക്കൂട്ടുകൾ വേണ്ടത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് തിപ്പലി. തിപ്പലി നമുക്ക് ആയുർവേദ സ്റ്റോഴ്സിലൊക്കെ കിട്ടും. പിന്നെ കറുവപ്പട്ട വേണം, ജീരകം വേണം, പെരിഞ്ജീരകം വേണം, ഏലക്ക വേണം, പെപ്പർ വേണം, ഗ്രാമ്പു വേണം, സ്റ്റാർ അനീസ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വറുത്ത് പൊടിച്ച് വെക്കാം. ഇത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്താൽ മതി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ തിപ്പലിയുടെ ടേസ്റ്റാണ് മെയിൻലി നമ്മളുടെ ചവനപ്രാശത്തിന്, എന്താ പറയുക, ചവനപ്രാശത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ തിപ്പലിയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാതും ഓരോരോ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. തിപ്പലിയൊക്കെ 2 എണ്ണമൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ നല്ല എരിവായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇതിലിപ്പോൾ മസാലക്കൂട്ട് ചേർത്തില്ല വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളുടെ നെല്ലിക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അതിൻ്റെ കുരുവൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോരും. എൻ്റെ അത്രയ്ക്ക് അധികം വെന്തില്ല, ഞാനിതിപ്പോൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ആ നെല്ലിക്കേനെ കംപ്ലീറ്റ് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യിടുക. ആ നെയ്യിട്ടതിന് ശേഷം നെയ്യിലേക്ക് നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്കേനെ ഇട്ട് കൊടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ അരച്ചതാണ്, മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചത്, വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഫൈനാക്കിയില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താലും മതി. ഞാനൊരു ഇത്തിരി, എനിക്ക് എന്താ പറയുക, ഇവിടെ ഇത്തിരി കടിക്കണ രീതിയിൽ ആക്കിയാലാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് എല്ലാതും കൂടെ നമ്മളിട്ടിട്ട് നെയ്യിൽ നന്നായിട്ട് തന്നെ ഇതിനെ വെരുകിയെടുക്കാം. ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് മതി മാക്സിമം, അതിൽ കൂടുതലാവണ്ട. എന്നിട്ട് അതിനെ നന്നായിട്ട് നെയ്യിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ സമയം നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഞാനിവിടെ ഒരു 3 വെല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ശർക്കര ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതിനെ ഞാനിനി ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള കല്ലും കട്ടിയൊക്കെ പോയി കിട്ടും. അപ്പോൾ ശർക്കര ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർത്താലും മതി. പഞ്ചസാര ഒരു 3 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഇതിങ്ങനെ നന്നായി വെരുകി വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ശർക്കര ഒഴിക്കുന്ന സമയത്ത്, ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കഷായം ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ശരിക്കും ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മരുന്നുകളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയറിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെരുകി വന്നോട്ടെ. ഞാനിപ്പോൾ ഇത് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടി തെറിക്കുമല്ലോ. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ കിടന്ന് വെന്തും കിട്ടും, നമുക്കപ്പോൾ പണി എളുപ്പമായിരിക്കും. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് വെന്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഇതിനെ എന്താ പറയുക ഡ്രൈ ആക്കിയിട്ട് ചവനപ്രാശത്തിൻ്റെ ഒരു പരുവത്തിലാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കട്ടിയിൽ എത്തിക്കാം. അതിനെ നന്നായിട്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ആക്കി കൊണ്ടുവരാം. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഇതിപ്പോൾ നല്ല നെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അധികം നെയ്യ് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഞാനിവിടെ അധികം ചേർത്തിട്ടില്ല, ആ ഒരു 3 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതിപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചവനപ്രാശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതിനെ ഡ്രൈ ആക്കി കൊണ്ടുവരാം കേട്ടോ. ഇതിലിപ്പോൾ ഇങ്ങനെ ചെറിയ തരി പോലെ കാണുന്നത് ഞാനതിനെ അത്ര അധികം അങ്ങോട്ട് അരയ്ക്കാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അതിനെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ചൂടാക്കൽ നിർത്തിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 സ്പൂൺ 1-2 സ്പൂൺ തേനും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, തേൻ ചേർത്താൽ പിന്നെ അത് ചൂടാക്കണ്ട. അപ്പോൾ നമ്മളുടെ ചവനപ്രാശം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പാത്രത്തേക്ക് മാറ്റി നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിള്ളേർക്ക് കൊടുക്കാനായിട്ടും നല്ലത് തന്നെയാണ്, നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെയാണ് ഈ ചവനപ്രാശം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ.